ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ കാര്യത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഇന്നലെ സംഭവിച്ചിരുന്നു. അതായത് ഇനി അടുത്ത 4 വർഷം ക്ലബ്ബുകളായിരിക്കും ISL നടത്തുക. പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബ് ലെഡ് മോഡലിലാണ് ഇനി ISL നടക്കുക. അതായത് എല്ലാ ISL ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതിന് കീഴിലാണ് ഇനി മുതൽ ISL നടക്കുക. കേന്ദ്ര കായിക മന്ത്രിയാണ് ഇതിന് മുൻകൈ എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ISLന്റെ കൊമേഴ്ഷ്യൽ പാർട്ണർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് FSDL ആയിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന അഭിപ്രായവുമായി ചില ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. 3 ക്ലബ്ബുകൾ അത്തരത്തിലുള്ള അഭിപ്രായം ഇന്നലെ ഉയർത്തി. അതിലൊന്ന് മോഹൻ ബഗാനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് FSDLനെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് ISLന് ഏറ്റവും ബെറ്റർ ആയ കാര്യം എന്നാണ് ചില ക്ലബ്ബുകളുടെ ഒരു നിർദ്ദേശം. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഡെവലപ്പിംഗ് സിറ്റുവേഷൻ ആയിക്കൊണ്ടാണ് അത് തുടരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ISLന്റെ കൊമേഴ്ഷ്യൽ പാർട്ണർ ആയിക്കൊണ്ട് FSDL വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. 3 ക്ലബ്ബുകൾക്ക് FSDLനെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ക്ലബ്ബുകൾ ISL നടത്തുമ്പോൾ അവർക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരികയാണ്. അതായത് ആകെ 40 കോടി രൂപ മുതൽ 45 കോടി രൂപ വരെ ക്ലബ്ബുകൾ ഈ ലീഗ് റൺ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ ക്ലബ്ബുകളും 1.1 കോടി രൂപ വീതം വർഷാവർഷം ഫെഡറേഷന് നൽകേണ്ടതുണ്ട്. ഇതിനു പുറമെയാണ് 40 കോടി രൂപ മുതൽ 45 കോടി രൂപ വരെ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ മറ്റുള്ള വരുമാനങ്ങളിലൂടെ ഇത് തിരിച്ചു പിടിക്കാം എന്നാണ് ക്ലബ്ബുകൾ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്ലബ്ബുകൾ ഉള്ളത്. ഏതായാലും ഈ ക്ലബ്ബ് ലെഡ് മോഡൽ എത്രത്തോളം വിജയം കാണും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.